പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളുടെ ശിക്ഷ സ്റ്റേ ചെയ്ത നടപടിയിൽ ആശങ്കയുണ്ടെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം. സാക്ഷികൾക്കുൾപ്പെടെ സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു. നിയമപരമായി പോരാടുമെന്ന് കൃപേഷിന്റെ പിതാവ് കൃഷ്ണൻ പറഞ്ഞു. സാക്ഷി പറയാതാക്കും, അതിന് വേണ്ടുന്ന പരിപാടികളൊക്കെ നടത്തും. അതുകൊണ്ട് ഇവർക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരിൽ ആശങ്കയുണ്ട് ഈ കാര്യത്തിലൊക്കെ. ഇവർ പുറത്തു വരുമ്പോൾ അത് കെ വി കുഞ്ഞിരാമനും അതുപോലുള്ള ഇവരെ ജില്ലാ നേതാക്കളടക്കം ആകുമ്പോൾ അത് കൂടുതൽ പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ നമുക്ക് കേസിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവർക്കെതിരെ സാക്ഷിമൊഴി കൊടുത്തവർക്കൊക്കെ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഇതിൽ ഒരു ആശങ്കയുണ്ട് എന്നതാണോ കുടുംബം വ്യക്തമാക്കുന്നത്? എന്താണ്? അനുജ, അതുതന്നെയാണ് ഈ കൊച്ചി CBI കോടതി വിധി സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടിയിൽ അതിലെ നിരാശയും വിഷമവും പങ്കുവെക്കുകയായിരുന്നു ഈ കൃപേഷിൻ്റെയും അതുപോലെ തന്നെ ഈ ശരത് ലാലിൻ്റെയും കുടുംബത്തിന് സാക്ഷികളുടെ കാര്യത്തിൽ ആശങ്കയുണ്ട്. പ്രധാനമായും ഈ പ്രതികൾ, അതായത് ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചവരാണ് CPIM-ഉം അതുപോലെ തന്നെ ഈ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളും. ആ പ്രതികൾ പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ ഈ സാക്ഷികളെ സ്വാധീനിക്കാനോ അപായപ്പെടുത്താനോ ഉള്ള സാധ്യതയുണ്ടെന്ന് കുടുംബം പറയുന്നുണ്ട്. അവർക്ക് സുരക്ഷ ഏർപ്പെടുത്തണമെന്നും പറയുന്നുണ്ട്. ഈ പ്രതികൾ പുറത്തിറങ്ങുമ്പോൾ ഈ സാക്ഷികളെ അപായപ്പെടുത്തും എന്നൊരു കാര്യത്തിൽ ആ ഒരു സമീപനത്തിൽ ഉറച്ചു വിശ്വസിക്കുകയാണ് കുടുംബം. എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഈ പ്രതികളെന്ന് കുടുംബം പറയുന്നുണ്ട്. ഒപ്പം പോലീസിൻ്റെ സുരക്ഷ കുടുംബത്തിന് ആവശ്യമില്ല എന്നുകൂടി കൃപേഷിൻ്റെ പിതാവ് കൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാരിനെ ഒരു ഘട്ടത്തിലും വിശ്വസിക്കുന്നില്ല. സർക്കാർ എപ്പോഴും പ്രതികൾക്കൊപ്പം നിന്നവരാണ്. അതുകൊണ്ട് നിയമപരമായി പോരാടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരു കുടുംബങ്ങളുമുള്ളത്. ഒപ്പം സാക്ഷികളെ സ്വാധീനിക്കുമോ, സാക്ഷികളെ അപായപ്പെടുത്തുമോ എന്ന കാര്യത്തിലുള്ളൊരു ആശങ്ക കുടുംബം പങ്കുവെക്കുന്നുണ്ട്. അനുജ, ശരി. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾ 4 പേരുടെ ശിക്ഷ സ്റ്റേ ചെയ്ത കോടതി നടപടിയിലാണ് ഒരല്പം ആശങ്ക രേഖപ്പെടുത്തി കുടുംബം രംഗത്തെത്തിയത്.